ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്. എക്സാമിനേഷൻ ഹാളിലേക്ക് കയറാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീറ്റ് എൻട്രൻസ് എക്സാം അക്കാഡമിക് ബേസിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ടഫസ്റ്റ് എക്സാമിനേഷൻ ഒന്നും അല്ല. ഭയങ്കര ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനാണ്. പക്ഷേ അതിനെ കോമ്പറ്റേറ്റീവ് ആക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസും അതുപോലെ തന്നെ ഈ 180 ക്വസ്റ്റ്യൻസ് ഒരു ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു പ്രഷറാണ്. എക്സാമിനേഷൻ ഹാളിൽ പല കുട്ടികൾക്കും സംഭവിക്കുന്നത് നന്നായിട്ട് പഠിച്ച ടോപ്പിക്സ്, അതായത് നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് ഉറക്കം പഠിച്ച ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമുക്കൊരു സന്തോഷം വരും, കാരണം നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. രണ്ടാമത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇതെനിക്ക് ഈസിയാണ്, ഞാൻ ഒരുപാട് പഠിച്ചതാണ് എന്നുള്ള ആ ഒരു തോന്നലുണ്ട്, ആ ഒരു ഇമോഷനെ കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചിലപ്പോൾ നമുക്ക് സ്റ്റക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോഴോ ഒക്കെ വീണ്ടും ആ ക്വസ്റ്റ്യൻ്റെ മുകളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് സമയം പോകും. സോ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് എത്ര സമയം എടുത്ത് പഠിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം. ആ ഒരു ഇമോഷൻ നിങ്ങൾ ബോധപൂർവ്വം മാറ്റി വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. കാരണം നിങ്ങൾ എഴുതുന്ന 180 ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു 30 ക്വസ്റ്റ്യൻസിൽ തന്നെ ഒരുപാട് സമയം പോയി കഴിഞ്ഞാൽ അതിന് താഴോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനഫ് സമയം ലഭിക്കില്ല. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടാതെ അതിൻ്റെ മുകളിൽ സ്റ്റക്ക് ആകുമ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടാത്തതിൻ്റെ ഒരു പ്രഷർ തുടർന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങളെ ബാധിക്കും. സോ അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലോക്കാണ്. സോ അത് നിങ്ങൾ ബോധപൂർവ്വം കളയണം. എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ഫ്രഷ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, അങ്ങനെ കാണാൻ പറ്റണം. അത് ഈ മോക്ക് എക്സാം എഴുതുന്ന ആ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ. അതിന് മുമ്പ് എത്ര എഫേർട്ട് ഇട്ട് പഠിച്ചതാണ്, അല്ലെങ്കിൽ എത്ര സമയം എടുത്ത് പഠിച്ചു, ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ കൂടുതൽ കവർ ചെയ്തു, ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ കുറവ് സമയം എടുത്ത് പഠിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഡാറ്റാസ് മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. അത് കൃത്യമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ സൈലത്തിലെ തന്നെ പല ടോപ്പേഴ്സിൻ്റെയും ഫീഡ്ബാക്കിൽ അവർ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ ഫീഡ്ബാക്കിൽ അവർ പറഞ്ഞ കാര്യമാണ്, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവാതെ വന്ന് അത് സ്കിപ്പ് ചെയ്ത് പിന്നീട് മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ആ ക്വസ്റ്റ്യൻ റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അതായത് ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ പിന്നീട് വന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കുറേ ക്വസ്റ്റ്യൻസ്, വേറെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് മൈൻഡ് ഒന്ന് ഡൈവേർട്ടായി പിന്നെ തിരിച്ച് ഇത് റീവിസിറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഇത് ഇത്ര ഈസി ആയിരുന്നല്ലോ, ഇതെന്തേ നേരത്തെ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവാഞ്ഞത്, അങ്ങനെ തോന്നിയിട്ട് ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയ അനുഭവമൊക്കെ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വായനയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നിയാൽ അത് ഒരിക്കലും നിങ്ങൾ പാനിക് ആവേണ്ടതില്ല, ഒരിക്കലും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടതില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക, ആ ചെയ്ത ക്വസ്റ്റ്യനെ കുറിച്ച് മറന്നു കളയുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക, ആ ക്വസ്റ്റ്യൻ ഫ്രഷ് ആയിട്ട് കാണാം. അങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റണം. ഒറ്റ കാര്യം കൂടെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ഫ്രഷ് ആണോ അതേ ഫ്രഷ്നെസ് 180ാമത്തെ ചോദ്യം സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രമേ വളരെ ഈസി ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ഷീറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. സോ ഡിയർ സ്റ്റുഡൻസ്, വളരെയധികം ശ്രദ്ധ വേണ്ട, വളരെയധികം കോൺസെൻട്രേഷൻ വേണ്ട ഒരു പ്രൊഫഷനിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. സോ അതിൻ്റെ എല്ലാ കൃത്യതയിലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.